പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ ഇനി നുഴഞ്ഞുകയറ്റക്കാരുടെ കളി നടപ്പില്ല. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രീണന രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ചരിത്രപരമായ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA ബംഗാളിൽ പൂർണ്ണ വീര്യത്തോടെ നടപ്പിലാക്കുകയാണ് പുതിയ സർക്കാർ. ഒരു കാര്യം വ്യക്തം, നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരൻ പോലും ഇനി ബംഗാളിൻ്റെ മണ്ണിൽ ഉണ്ടാകില്ല. 3 വാക്കുകളിലാണ് മുഖ്യമന്ത്രി തൻ്റെ കർശനമായ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിറ്റക്ട്, ഡിലീറ്റ് ആൻഡ് ഡീപ്പോർട്ട്. അതായത് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുക, അവരുടെ വ്യാജ വോട്ടവകാശങ്ങൾ റദ്ദാക്കുക, നേരെ അതിർത്തി കടത്തുക. രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഇതിലും വലിയൊരു മുന്നറിയിപ്പ് ഇനി നൽകാനില്ല. ദശാബ്ദങ്ങളായി ബംഗാൾ ഭരിച്ചവർ വോട്ട് ബാങ്ക് ഉറപ്പാക്കാൻ രാജ്യസുരക്ഷ പണയം വെക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ 2025 തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ നാട് കടത്താൻ ഉത്തരവിട്ടിട്ടും പഴയ ഭരണാധികാരികൾ കണ്ണടച്ചു. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ അതിർത്തി സുരക്ഷയ്ക്കായി 75 ഏക്കർ ഭൂമിയാണ് BSFന് കൈമാറിയത്. ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ രാജ്യവിരുദ്ധ അജണ്ടകളുടെ വേരറക്കാൻ ഈ നിലപാടുകളിലൂടെ സാധിക്കും. അയൽ രാജ്യങ്ങളിൽ മതപരമായ പീഡനങ്ങൾക്ക് ഇരയായി ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഹിന്ദുക്കളും സിഖുകാരും അടങ്ങുന്ന യഥാർത്ഥ അഭയാർത്ഥികൾക്ക് CAA നിയമപ്രകാരം പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കും. എന്നാൽ ഇന്ത്യയുടെ മണ്ണ് കയ്യേറാൻ വന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് പുറത്തേക്കുള്ള വഴി റെഡിയാണ്. BSFും പോലീസും കൈകോർത്ത് ബംഗാളിൻ്റെ മണ്ണ് ശുദ്ധീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.